നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 609th day. Today, first sloka of 4th chapter, Pradhama Skandam. For details, please see the description box. ഗീതാസ് ഭക്തി ഗീതം, ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതത്തിലേക്ക് സ്വാഗതം. ഇന്ന് 609 ദിവസം. പ്രഥമസ്കന്ധം 4ാമത്തെ അധ്യായത്തിലെ 1ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 4ാമത്തെ അധ്യായത്തിലെ 1ാമത്തെ ശ്ലോകം. ഇതി ബ്രുവാൺ വ്യാസോ ഉവാച. ഇതി ബ്രുവാണം സംസ്തൂയ മുനീനാം ദീർഘസത്രിണാം വൃദ്ധകുലപതിസൂതം ബൃഹ്വജശൗനകോ ബ്രവീത്. ഓം തത്സത്. വ്യാസ ഉവാച. ഇതി ബ്രുവാണം സംസ്തൂയ മുനീനാം ദീർഘസത്രിണാം വൃദ്ധകുലപതിസൂതം ബൃഹ്വജശൗനകോ ബ്രവീത്. ഓം തത്സത്. ഇതി ഇപ്രകാരം ബ്രുവാണം പറയുന്ന, സംസ്തൂയ സ്തുതിച്ചിട്ട്, മുനീനാം മുനികളുടെ മധ്യത്തിൽ, ദീർഘസത്രിണ ദീർഘമായ സത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന, വൃദ്ധനായിട്ടുള്ള, കുലപതി കുലത്തിൽ ശ്രേഷ്ഠനായിട്ടുള്ള, അതായത് 1000 ശിഷ്യന്മാരുള്ളവരെയാണ് കുലപതി എന്ന് പറയുക. കുലപതി സൂതനെ ബൃഹ്വജ എന്ന് പറഞ്ഞാൽ ഋഗ്വേദം നന്നായിട്ട് അറിയുന്ന ആളെയാണ് ബൃഹ്വജ എന്ന് പറയുന്നത്. ബൃഹ്വജ ശൗനകൻ എന്ന ആ മുനി അബ്രവീത് പറഞ്ഞു. അതായത് ഇപ്രകാരം പറയുന്ന സൂതൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾക്ക് മഹാഭാഗവതം എന്നാൽ അറിയുന്ന വിധത്തിൽ പറഞ്ഞു തരാമെന്ന്. ഇപ്രകാരം പറയുന്ന ആ സൂതനെ നന്നായി പ്രശംസിക്കുകയും സ്തുതിക്കുകയും ഒക്കെ ചെയ്ത് വണങ്ങിക്കൊണ്ട്, ആ ദീർഘസത്രം നടത്തുന്ന, വളരെ കാലം നീണ്ടു നിൽക്കുന്ന കലിദോഷത്തിൽ നിന്നും ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടി ശൗനക എന്ന മഹാമുനിയുടെ വൃദ്ധനായിട്ടുള്ള, കുലത്തിൻ്റെ പതിയായിട്ടുള്ള, അവരുടെയൊക്കെ നേതാവായിട്ടുള്ള ശൗനകൻ എന്ന മുനി, കുലപതി എന്ന് പറഞ്ഞാൽ 1000 ശിഷ്യന്മാരുണ്ടാവുന്ന ആളെയാണ് കുലപതി എന്ന് പറയുക. കുലപതിയും വൃദ്ധനും ശ്രേഷ്ഠനുമായിട്ടുള്ള, ആ ഋഗ്വേദം നന്നായിട്ടറിയാവുന്ന ശൗനകൻ എന്ന മുനി ഇപ്രകാരം പറഞ്ഞു എന്നാണ് ശ്ലോകത്തിൽ പറയുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ അവരുടെ ചോദ്യത്തിനൊക്കെ മറുപടി പറഞ്ഞ്, താൻ നിങ്ങൾക്ക് കലിദോഷത്തിൽ നിന്നും അകലാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള മഹാഭാഗവതം പറഞ്ഞു തരാം എന്ന് പറഞ്ഞതിന് മറുപടിയായിട്ട് ശൗനക മഹാമുനി പറയുന്നതാണ് അടുത്ത ശ്ലോകത്തിൽ വരുന്നത്. ഇപ്രകാരം പറഞ്ഞു എന്ന് വ്യാസഭഗവാൻ ഈ ശ്രീമദ് മഹാഭാഗവതത്തിൽ പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. വ്യാസ ഉവാച. ഇതി ബ്രുവാണം സംസ്തൂയ മുനീനാം ദീർഘസത്രിണാം വൃദ്ധകുലപതിസൂതം ബൃഹ്വജശൗനകോ ബ്രവീത്. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായിക്കൊണ്ട് പ്രാർത്ഥിച്ച് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.
എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.